സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഈദിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി? ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പോൾ ഞാൻ ഇത്തവണ സൽവാർസ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം നോക്കിയിട്ട് തട്ടമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഷോൾ അല്ലെങ്കിൽ ദുപ്പട്ട ഇങ്ങനെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളതല്ല, സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഒന്നോ രണ്ടെണ്ണോ പാളി പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ലിബാസ് ബ്രാൻഡിന്റെ ആണ് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ മിന്ത്ര അങ്ങനത്തെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാം, അതല്ലെങ്കിൽ ലിബാസ് ബ്രാൻഡിൽ നിന്ന് നേരിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വിലക്കുറവുള്ള കുർത്താസ് അല്ല കേട്ടോ. കാരണം ദുപ്പട്ട നല്ല ദുപ്പട്ട നോക്കിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ അധികം മീഷോന്ന് കിട്ടിയില്ല. അപ്പം നല്ല ഭംഗിയും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ഇടാൻ കംഫർട്ടും അതേപോലെ ദുപ്പട്ട നല്ല മെറ്റീരിയലും ആയിട്ടുള്ളത് നോക്കിയെടുത്തപ്പോൾ അത്യാവശ്യം വിലയുണ്ടായിരുന്നു. അപ്പോൾ ലിബാസ് ബ്രാൻഡിൽ നല്ല കുർത്ത സെറ്റായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. എല്ലാം ഒരു 1000-1500 അറൗണ്ട് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ സൈസൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് എല്ലാം എടുത്തിട്ടുള്ളത്. ആൻഡ് എല്ലാം എനിക്ക് പക്ക ഫിറ്റാണ്. അത് ഭയങ്കര അത്ഭുതം. സാധാരണ എക്സ്ട്രാ സ്മോൾ എനിക്ക് ലൂസ് ആവലാണ് പതിവ്. അപ്പോൾ ഒരു സൈസും എനിക്ക് ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫിറ്റിംഗ് കറക്റ്റ് ആവാനായിട്ട്. കാരണം അത് കൂടാണ്ട് എക്സ്ട്രാ സ്മോൾ എന്ന് പറഞ്ഞാൽ ഇവർ എക്സ്ട്രാ സ്മോളിൻ്റെ ഫിറ്റിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് സ്മോൾ മീഡിയം അങ്ങനത്തെ ഫിറ്റിങ്ങിലല്ല ചെയ്തിട്ടുള്ളത്. കളേഴ്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, നമുക്ക് ഓരോ ഔട്ട്ഫിറ്റായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതാണ്, ഇപ്പോഴും നല്ല ട്രെൻഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കട്ടിങ് വരുമ്പോൾ നമ്മൾ ആലിയ കട്ട് എന്ന് പറയുമല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ നിറയെ പ്ലീറ്റ്സ് ഉണ്ട്. ഗോട്ടാപ്പട്ടി വർക്കിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഫ്ലോയി മെറ്റീരിയലാണ്, അതാണ് എടുത്തു പറയേണ്ടത്. സുഖമാണ് ഇടാനായിട്ട്, നല്ല സുഖമാണ് ഇടാനായിട്ട്. പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ സിഗരറ്റ് പാൻസ് ആയിട്ടാണുള്ളത്. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ബാക്കിൽ മാത്രമേ ഇലാസ്റ്റിക് ഉള്ളൂ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പട്ടയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പോക്കറ്റ്സ് ഉണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇടാൻ. പിന്നെ ഞാൻ പറയാം, അടിപൊളിയാണ് കേട്ടോ. ഒരു 1500 റേറ്റിലാണുള്ളത്. ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണുള്ളത്. നല്ല ഷിഫോൺ മെറ്റീരിയലാണ്. ലേസ് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കുത്തൊന്നുമില്ല ഇടുമ്പോൾ. നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് തട്ടായിട്ട് ഇടാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ ഇട്ട് നിൽക്കാൻ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര ഗ്രാൻഡ് പാർട്ടി വെയർ അല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കണം അങ്ങനത്തെ രീതിയിലാണെങ്കിൽ, അതിനുശേഷം പിന്നീട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത് കുർത്ത സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 1500 ആ ഒരു റേറ്റിന് ഇത് അടിപൊളിയാണ്. ഞാൻ ഡിസ്കൗണ്ടിലുള്ളത് നോക്കി മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ചിലപ്പോൾ ഇത്തിരി കൂടാനും ഇത്തിരി കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു പിങ്ക് കുർത്തയാണ് കേട്ടോ. ഇത് നല്ലൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലുള്ളതാണ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഇതിലിങ്ങനെ പോട്ട്ലി ബട്ടൺ എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് ചെറിയ 3 ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു കാണാൻ ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്, പക്ഷെ അത്യാവശ്യത്തിന് കട്ടിയുണ്ട്. എന്നാൽ കംഫർട്ടബിൾ ആണ് ഇടാൻ. നമുക്ക് ഇട്ട് നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പാൻസ് കൈൻഡ് ഓഫ് പലാസോ പാൻസ് പോലെയാണ് ഉള്ളത്. പോക്കറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. നല്ല സുഖമാണ് കേട്ടോ ഇതിൻ്റെ പാൻസ് ഇടാനായിട്ട്. ദുപ്പട്ടയാണെങ്കിൽ കുറച്ചൊരു ഇങ്ങനെ ഒരു ബനാറസി സിൽക്കൊക്കെ പോലത്തെ ആ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എവിടെ ആയിട്ട്. പിന്നെ ഇതാ നല്ല രസമായിട്ടുള്ള ബോർഡറാണ്. ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് തട്ടായിട്ട് ഇടാനും നല്ലതാണ്, വൺ സൈഡ് ആയിട്ട് ഇടാനും നല്ലതാണ്, ചെറിയ ഫങ്ഷൻസിനൊക്കെ ഇടാനായിട്ടും ഒക്കെ നല്ലതാണ്. ഈദിനാണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. കളറും നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു മിക്സ് വരുന്ന ഷെയ്ഡാണ്. യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ദൂരേന്ന് കാണുമ്പോൾ നമുക്കിതൊരു വീവായിട്ട് തോന്നും, പക്ഷെ വീവാണല്ലേ. എന്താണിത്, സൂചിയൊക്കെ ഉണ്ടല്ലോ ഇതിൽ. ആരോ റിട്ടേൺ ചെയ്തതാണോ അത്? ആണെന്ന് തോന്നുന്നു. എന്തായാലും കുർത്ത അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ദുഃഖിക്കുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച ഫോയിൽ പ്രിൻ്റാണെന്നാണെന്ന് കേട്ടോ. കാരണം വില ഒരു 1500 ആ റേറ്റിലല്ലേ ഉള്ളത്. ഇതിന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഒന്ന് നല്ല വീവാണ്. ഇതിലേക്ക് എത്ര എണ്ണം കണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ശരിക്കും നല്ല രസമായിട്ടുള്ള നമ്മുടെ പട്ട് സാരിയിലൊക്കെ കാണുന്ന പുറത്ത് വീവില്ലേ, അതല്ലാണ്ട് പ്രിന്റ് അല്ല കേട്ടോ. പോരാത്തതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീവുള്ള കാരണം നമുക്ക് ദേഹത്ത് കുത്തൊന്നുമില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്.
ഇങ്ങനെ സോഫ്റ്റ് സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയലാണ്. പോളിയസ്റ്റർ മിക്സ് ആണ് ലൈനിങ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇടാൻ പറ്റുന്നത്, നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ചെറിയ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. പാൻസ് എഗെയിൻ സിഗരറ്റ് പാൻസ് ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. താഴെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ഷിഫോൺ ആണ്. ചെറിയ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തട്ടായിട്ട് ഇടാനും ഫ്ലോയി ആയിട്ടുള്ളൊരു ദുപ്പട്ട അങ്ങനത്തെ രീതിക്ക് നല്ലതാണ്. നല്ല കളറാണ്, നല്ല പാറ്റേൺ ആണ്. ഇതിൻ്റെ ശരിക്കുള്ള വില വന്നിട്ട് 3999 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഒരു 1500 അറൗണ്ട് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എക്സ്ട്രാ സ്മോൾ സൈസിൽ അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്കൊരു പച്ച വേണം അല്ലേ? നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് വന്നിട്ട് ഇതൊരു കോട്ടൺ മിക്സ് മെറ്റീരിയലിൽ വരുന്നതാണ്. എഗെയിൻ സുഖമാണ് ഇടാനായിട്ട്. ഇവിടെ നെക്കിൻ്റെ താഴേക്കായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് 2 ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻസ് ആണെങ്കിലും ഇത് പലാസോ പാൻസ് ആണ് കേട്ടോ. ഇടാനൊക്കെ അടിപൊളിയാണ്, സുഖമാണ്. പിന്നെ എക്സ്ട്രാ സ്മോളിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അരഭാഗം ചിലപ്പോൾ ഇത്തിരി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇത്തിരി ലൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ബാക്കിൽ എലാസ്റ്റിക് ആയതുകൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് ഇവിടെ 2 ഡാർട്ട് കൊടുത്താൽ മതിയാവും. ഇൻ കേസ് ഈ അരഭാഗം ലൂസ് ആണെങ്കിലും. പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്, കാണാനും രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും അതെ, നല്ല രസമായിട്ടുള്ള ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ട് ഗോൾഡൻ ബൂട്ടാസ് ആണ് കേട്ടോ. ഗോൾഡൻ വീവിലാണ് ചെയ്തിട്ടുള്ളത്. ത്രെഡ് വീവാണ്. ബോർഡറിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ. പക്ഷെ തട്ടിടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നോക്കിയെടുത്താണ്. കുറേ പേർക്ക് ഇങ്ങനെ പച്ച ഇഷ്ടമാണ്, ചിലർക്ക് പേർപ്പിൾ ഇഷ്ടമാണ്, പിങ്ക് ഇഷ്ടമാണ്, റെഡ് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഓരോ കളറും നോക്കി എടുത്തതാണ് കേട്ടോ. വന്നിട്ട് പേർപ്പിളാണ്. പേർപ്പിൾ ഞാനിങ്ങനെ തപ്പിയതായിരുന്നു. കാരണം ഒരുവിധമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏത് കളറാണ് എടുക്കാത്തത്. അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പേർപ്പിൾ എടുത്തത്. ടോപ്പ് വന്നിട്ട് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ, ഏകദേശം ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. കുറെ കൂടി സോഫ്റ്റ് ആണ്. നെക്കിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ മറ്റേ ഫാൻസി മിററില്ലേ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മാത്രമാണ് എനിക്ക് സ്ലീവ്സിൻ്റെ അവിടെ ഈ ബോർഡർ എനിക്ക് ചെറുതായിട്ട് കുത്തണ പോലെ തോന്നിയത്. അതല്ലെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാനായിട്ട്, അടിപൊളിയാണ്. പാൻസ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പാൻസാണ്, വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള സിഗരറ്റ് പാൻസ് ആണ്. പോക്കറ്റ്സ് ഉണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ട പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഗോൾഡൻ സ്ട്രൈപ്സും സീക്വൻസും കൂടിയാണ് വരുന്നത്. തട്ടായിട്ട് ഇടാനും നമുക്ക് ഫ്ലോയി ആയിട്ട് 1 ലെയറോ അല്ലെങ്കിൽ കഴുത്തി കൂടി ഇടാനൊക്കെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഒക്കെ ഒരു സിംഗിൾ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പൊക്കം തോന്നിക്കാനും അടിപൊളിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പോണിറ്റെയിൽ കെട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബൺ കെട്ടിയാൽ മതി. കുറച്ചും കൂടിയൊക്കെ ഒരു ഫാൻസി അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് വേണം, ഒരു ഫംഗ്ഷൻ ലുക്കിലേക്ക് വേണമെങ്കിൽ ഒരു മുല്ലപ്പൂ ആ ബാൻഡ് ഉണ്ടല്ലോ അതിട്ടാൽ മതി. ഒരു വലിയ ജുംക്കി ഇടുക, അത്ര മതി കേട്ടോ. ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് നമുക്കൊരു ഫംഗ്ഷന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ആക്സസറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു പ്യോർ കോട്ടൺ അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാം പ്രിന്റ് ഓൺ പ്രിന്റ് ആണ് ഞാൻ കണ്ടത്. അതായത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും എല്ലാം പ്രിന്റ്, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പോൾ. ഇത് നോക്കുകയാണെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. വേറെ പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. അത് അത്രയേ ഉള്ളൂ. പ്രിന്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി തന്നെ നല്ല പ്രിന്റിൻ്റെ ഒരു അതിപ്രസരമാണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള പലാസോ പാൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ പ്രിന്റ് തന്നെ, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ടോപ്പിനും ബോട്ടത്തിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റാണ്. ഇതും നമുക്ക് തട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് തട്ടായിട്ടൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ്. അപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ നോക്കുന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ ഇടാനായിട്ടും ഈദിൻ്റെ അന്ന് ഇടാനായിട്ടും ഒക്കെ, ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടാനായിട്ട് അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ലിബാസിൻ്റെ കുർത്ത യൂഷ്വലി മിന്ത്രയിൽ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ അധികം ഓപ്ഷൻസ് ഞാൻ കാണാറില്ല കേട്ടോ. പക്ഷെ ലിബാസിൻ്റെ വെബ്സൈറ്റിൽ പോയപ്പോഴാണ് ഇത് ഇങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറേ കൂടി ഡിസ്കൗണ്ടിലും കിട്ടുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ബ്ലാക്ക് ഇല്ലാണ്ട് എന്ത് ആഘോഷം? നമുക്ക് ബ്ലാക്കിന് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.
അപ്പോൾ ഇത് നല്ല രസമായിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, മിക്സാണ്, കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻ റിയൽ ഇതിൻ്റെ ഒരു ഷാംപിയൻ പോലത്തെ ഒരു കളറാണ് കേട്ടോ സീക്വൻസിനുള്ളത്. നല്ല ഷൈൻ ഉണ്ട്. വർക്കിൻ്റെ ഒരു ക്വാളിറ്റി കുറെ കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിമ്പിളായിട്ടുള്ള സിഗരറ്റ് പാൻസ് ആണ്. പോക്കറ്റ്സ് ഉണ്ട്, എല്ലാത്തിനും പോക്കറ്റ്സ് ഉണ്ട്. ഇലാസ്റ്റിക് ബാക്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനാകെ ഒരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കട്ടായിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ദുപ്പട്ട. അത് മാത്രമേ ഇതിനൊരു ഡിഫക്റ്റ് ഉള്ളൂ. അതല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് സ്റ്റിഫാണ്, കുറച്ചിങ്ങനെ പടപടാന്ന് കിടക്കുന്നതാണ്. 1 ലെയർ ആയിട്ട് ഇടാനായിട്ട് അടിപൊളിയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ തട്ടായിട്ട് ഇടാനായിട്ട് അത്ര സുഖമില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇത് നല്ലതാണ്. ഇതിന് വില കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഒരു 2000-ൻ്റെ അടുത്ത് അത്രയില്ല, ഒരു 1500 ടു 1600 ആ ഒരു റേറ്റിലാണ് ഉള്ളത്. ഞാൻ ഇട്ട് നോക്കിയിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈസിങ് അടിപൊളിയാണ്. നല്ല നമ്മുടെ സൈസ് എന്താണോ അത് ഓർഡർ ചെയ്താൽ അതേപോലെ തന്നെയാണ് കിട്ടുന്നത്. അത് കൂടുതലും കുറവും അങ്ങനെ എനിക്ക് തോന്നിയില്ല. കുറെ കൂടി നല്ല ക്വാളിറ്റി ഉണ്ട്. കാണാനാണെങ്കിലും ആ ഒരു ഫീലിലാണെങ്കിലും ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ വർക്കും കുറെ കൂടി നല്ലതാണ്. കംഫർട്ടാണ് കുറെ കൂടി. സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വില അതിനനുസരിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഒരു 1500 അറൗണ്ട് ഒക്കെ പ്രതീക്ഷിച്ചുള്ളൂ. 1000 to 1500-ന്റെ ഇടയ്ക്കാണ് റേറ്റ് ഉള്ളത്. പക്ഷെ ഇതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും കുറെ കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഏതുവരെ ആയി എന്നൊക്കെ ഉള്ളത് പറയൂ. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ എന്നൊക്കെ എല്ലാം കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലിബാസിന്റെ കുർത്ത സെറ്റ് യൂസ് ചെയ്യാറുണ്ടോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, കഴുകിയതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി പറയണം. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് തോന്നിയിട്ടില്ല, കഴുകിയിട്ടൊന്നും അങ്ങനെ എനിക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.